നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ആ കഥ അവിടെ തീരുകയാണ്. ഇനി വീണ്ടും ഗോകുലത്തിൽ വീണ്ടും ബലരാമന്റെ അടുത്തേക്ക് വരികയാണ്. അതായത് കഥ അവിടെ നടക്കുന്ന കഥയാ പറയുന്നത്. വിവിധൻ എന്ന കപീന്ദ്രൻ ത്രേതായുഗത്തിൽ ശ്രീരാമന്റെ വലിയൊരു ഭക്തനായിരുന്നു. ഭഗവാന് വേണ്ടി സേതുബന്ധനമൊക്കെ നടത്തിയ ആളായിരുന്നു. പക്ഷേ അന്നെന്തോ മോക്ഷം കിട്ടിയില്ല. അതുകൊണ്ട് ഈ ദ്വാപരയുഗത്തിൽ ഒരു ദുഷ്ടനായിട്ട് വന്ന് ജനിച്ചു. എന്നാൽ പെട്ടെന്ന് മോക്ഷം കിട്ടും. അതായത് ആ ദുഷ്ടത്തരം അമിതമാകുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാനോ ബലരാമനോ വധിക്കും എന്ന് അറിയാവുന്ന ആ വിവിധൻ ആ ബലരാമന്റെ അടുത്ത് വന്നിട്ട് ബലരാമനെ പ്രകോപിപ്പിക്കുകയാണ്. അതാണ് 9ാമത്തെ ശ്ലോകം. ഈ ഒരു ശ്ലോകം ഹരിണി വൃത്തത്തിലാണ്. സഹ ഖലു വിവിധഃ രക്ഷോഘാതേ കൃത ഉപകൃതിഃ കൃതോപകൃതിഃ പുരാ തവ തു കലയാ മൃത്യും പ്രാപ്തും തദാ ഖലതാം ഗതഃ നരകസചിവഃ ദേശക്ലേശം സൃജൻ നഗരാന്തികേ ഝടിതി ഹലിനാ യുധ്യൻ അദ്ധാഃ പപാത തലാഹതഃ. പുരാ പണ്ട് ത്രേതായുഗത്തിൽ രക്ഷോഘാതേ രാക്ഷസന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് വധിച്ച കാലത്ത് കൃത ഉപകൃതിഹി ഒരുപാട് ഉപകാരം ചെയ്ത ആ രാമനു വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്ത സഹഖലു ആ വിവിധഃ ആ വിവിധൻ ആകട്ടെ തദാതു ഈ ദ്വാപരയുഗത്തിൽ തവ കലയ ഭഗവാനെ അങ്ങയുടെ കലാംശം കൊണ്ട് അംശാവതാരത്താൽ മൃത്യും പ്രാപ്തും മൃത്യുവെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഖലതാം ഗതഃ അത്യന്തം ദുഷ്ടനായിട്ടുള്ള ഒരാളായിട്ട് തീർന്നിട്ട് നരകസചിവഃ നരകാസുരന്റെ മന്ത്രിയായി തീർന്നിട്ട് ദേശക്ലേശം ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പല വിധത്തിലുള്ള ദുഷ്ടപ്രവൃത്തി കൊണ്ട് അവർക്ക് ക്ലേശമുണ്ടാക്കി ക്ലേശം സൃഷ്ടിച്ചിട്ട് നഗരാന്തികെ ആ ദ്വാരകാപുരിയുടെ അടുത്ത് വച്ചിട്ട് ഝടിതി പെട്ടെന്ന് തന്നെ ഹലിന ബലഭദ്രനുമായിട്ട് യുധ്യൻ ഏറ്റുമുട്ടി തല ആഹത ആ ബലഭദ്രന്റെ കൈത്തലത്താലുള്ള ആഹതം അടികൊണ്ടിട്ട് അദ്ധാപപാത വീണുപോവുകയും ചെയ്തു. രാമായണ കാലത്ത് സുഗ്രീവന്റെ മന്ത്രിയായിരുന്നു വിവിധൻ. ശ്രീരാമചന്ദ്രന് പല ഉപകാരങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്ന് മോക്ഷം കിട്ടിയില്ല. ഒരു സാധാരണ മരണമായിരുന്നു. അതുകൊണ്ട് മോക്ഷം നേടണം എന്ന ആഗ്രഹത്താൽ ഭഗവാന്റെ ആ ഒരു അംശാവതാരമായ ബലഭദ്രന്റെ കൈകൊണ്ട് മരണമടയുവാൻ വേണ്ടിയായിരിക്കാം എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ കണക്കുകൂട്ടുകയാണ്. അയാൾ മഹാദുഷ്ടനായിട്ട് തീർന്നു. അപ്പൊ നരകാസുരന്റെ മന്ത്രിയായിട്ടായിരുന്നു. അങ്ങനെ നരകാസുരനെ വധിച്ചതിലുള്ള ദേഷ്യം തീർക്കാൻ എന്നതുപോലെ
പല രാജ്യത്തിലെ പല ദിക്കിലും ചെന്ന് ജനങ്ങളെ ദ്രോഹിക്കുകയും അപ്പോഴാണ് ഈ ഗോകുലത്തിനടുത്തുള്ള രൈവതക പർവ്വതത്തിൽ ഈ ഗോപികമാരോട് രസിച്ചിരിക്കുന്ന ബലരാമനെ കണ്ടത്. അവിടെ ചെന്ന് ആ ഗോപികമാരെ പ്രകോപിപ്പിക്കുകയും അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ട് ബലരാമനെ പ്രകോപിപ്പിച്ചു. അങ്ങനെ ബലരാമനാണെങ്കിൽ ആ സമയത്തും ഈ മദ്യമൊക്കെ സേവിച്ച് അത്യന്തം ഉന്മത്തനായിട്ട് അന്ധനായിട്ട് ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് പ്രകോപിക്കാനുള്ള ആ ഒരു സാധ്യതയും അവിടെ കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ ഈ ബലഭദ്രനുമായിട്ട് ഏറ്റുമുട്ടിയ ആ വിവിധൻ ബലഭദ്രന്റെ ആ ഒരു കൈത്തലം കൊണ്ടുള്ള അടി കൊണ്ട് തന്നെ അവിടെ അപ്പോ തന്നെ മരിച്ചു വീണു എന്നാണ് പറയുന്നത്. ശ്ലോകം 9. സകലു വിവിധോ രക്ഷോഘാതേ കൃതോപകൃതി പുര തവതു കലയാ മൃത്യും പ്രാപ്തും തഥാ ഖലതാം ഗതാം നരകസജീവോ ദേശക്ലേശം സൃജൻ നഗരാന്തികേ ജഡിതി ഹരിനായുധ്യന്നദ്ധ പപാതതലാഹത. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാ നാരായണ ഉപാസകർക്കും പ്രണാമം. ശ്രീ ഗുരുവായൂരപ്പനും പട്ടതിരിപ്പാടിനും വേദവ്യാസ ഭഗവാനും നമസ്കാരം. ഗുരുജനങ്ങൾക്കും പൂർവികർക്കും നമസ്കാരം. എല്ലാം ഈശ്വരശക്തികളെയും സ്മരിക്കുന്നു. ദശകം 53 ശ്ലോകം 9. പണ്ടത്തെ ഒരു കഥ പറയുകയാണ്. പണ്ട് ഭഗവാൻ ശ്രീരാമനായിട്ട് ത്രേതായുഗത്തിൽ അവതരിച്ചു. അവിടെ അന്ന് സുഗ്രീവൻ്റെ മന്ത്രിയായിട്ട് വിവിധൻ എന്നൊരു വാനരൻ ഉണ്ടായിരുന്നു, കുരങ്ങനുണ്ടായിരുന്നു. ഭഗവാന്റെ രാമരാവണ യുദ്ധത്തിൽ, രാക്ഷസർക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനായിരിക്കുന്ന മൈന്ദനോടൊപ്പം വിവിധനും പങ്കെടുത്തു. പങ്കെടുത്ത് ആ യുദ്ധത്തിൽ തൻ്റെ ബാഹുബലം കൊണ്ടും പരാക്രമം കൊണ്ടും ശ്രീരാമദേവനെ അദ്ദേഹം സേവിച്ചു നന്നായിട്ട്. അതുകൊണ്ട് ആ ഒരു പുണ്യം കൊണ്ടാണോ എന്നറിയില്ല, യുഗാവസാനത്തിലും മരിക്കാതെ ദ്വാപരയുഗത്തിലും വിവിധം ജീവിച്ചിരുന്നു എന്ന് പറയുകയാണ്. അതുപോലെ രാമരാവണ യുദ്ധത്തിൽ ഭഗവാനെ സഹായിച്ചല്ലോ ജാമ്പവാനും. അദ്ദേഹവും ദ്വാപരയുഗത്തിൽ ഉണ്ടായിരുന്നു. കേട്ടറിഞ്ഞു ഇങ്ങനെ ഈ ജാമ്പവാനായിട്ട് ഭഗവാനെ മൽപ്പിടുത്തുണ്ടായെന്നും അങ്ങനെ ഭഗവാൻ അനുഗ്രഹം കിട്ടിയെന്നും ഭഗവാൻ ജാമ്പവാൻ്റെ മകളെ വിവാഹം ചെയ്ത കഥയൊക്കെ വിവിധൻ അറിയുകയുണ്ടായി. തനിക്കൊരു മോഹം വന്നു അത്രേ, ഭഗവാന്റെ കൈ കൊണ്ട് തന്നെ തനിക്കും മോക്ഷം കിട്ടണം, അതിനെന്താ ഒരു വഴി എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയാണ് അദ്ദേഹം. പറയാറുണ്ട്, സരയൂ നദിയിൽ ഭഗവാന്റെ കൂടെ മുങ്ങിയവർക്കൊക്കെ മോക്ഷം കിട്ടി, ഇദ്ദേഹം മുങ്ങിയില്ല എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം നിരാശയോട് കൂടിയിട്ടെന്നും പറയും. അപ്പോൾ നല്ലൊരു ശ്രീരാമസേവകനായിരുന്നിട്ട് പോലും നരകാസുരൻ്റെ കൂടെ കൂടുകയാണ്. കാരണം നരകാസുരൻ്റെ ആ കൂടെ കൂടേണ്ട അത്ര ഉദ്ദേശം ഭഗവാൻ വരുന്നുണ്ടെന്നറിയാം നരകാസുരൻ്റെ കൊട്ടാരത്തിലേക്ക്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഭഗവാനായിട്ട് ഏറ്റുമുട്ടി തനിക്ക് മോക്ഷം കിട്ടുമല്ലോ എന്നൊരു വിചാരം കൂടി ഉണ്ടായിരുന്നു അത്രേ ആ വിവിധന്. പക്ഷെ അത് നടന്നില്ല. ആ യുദ്ധത്തിലും മോക്ഷം കിട്ടാതെ യാതൊരു അവസ്ഥ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും വഴിയെന്ന് വിചാരിച്ചപ്പോൾ ലോകത്തിലേക്ക് ഉപദ്രവം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഭഗവാൻ വന്ന് തന്നെ വധിച്ച് മോക്ഷം തരും എന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ഒരു വിചാരമൊക്കെ ഉണ്ടായി ഇദ്ദേഹത്തിന്. ഏതായാലും നരകാസുരൻ്റെ വധം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, വൃന്ദാവനത്തിലേക്ക് വന്നു. അവിടെ രൈവത പർവ്വതത്തിൽ വൃന്ദാവന വാസസമയത്തായിരിക്കാം ബലരാമൂർത്തി മദ്യപാനം ചെയ്തുകൊണ്ട് അമത്തനായിട്ട് സുന്ദരികളായിട്ടുള്ളതായ ഗോപസ്ത്രീകളുമായിട്ട് ഉല്ലസിച്ചിരിക്കുമ്പോഴാണ് വിവിധൻ അവിടെ കടന്നു വന്നത്.
അശ്ലീലമായിട്ടുള്ളതെന്ന് കാണിക്കുക, അവരെ ശല്യപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ബലരാമൻ കണ്ടു. തൻ്റെ ഭക്തനായതുകൊണ്ട് ഭഗവാൻ വിചാരിച്ചു താനായിട്ട് അദ്ദേഹത്തിനെ വധിക്കേണ്ട എന്ന് വിചാരിച്ചു കാണും. അതുകൊണ്ട് എന്ത് ചെയ്തു, തൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന തൻ്റെ തന്നെ അംശമായിരിക്കുന്നതായ ബലരാമൂർത്തി കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇല്ലാതാക്കുന്നത്, മോക്ഷം കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ബലഭദ്രസ്വാമിയുടെ കൈത്തലം കൊണ്ടുള്ള ഒരു അടിയേറ്റ് അദ്ദേഹം നിലത്ത് വീണ് ഇല്ലാതാവണു, മോക്ഷം കിട്ടണമെന്ന് പറയുകയാണ്. ഏതെങ്കിലും തരത്തിലൊക്കെ തൻ്റെ ഭക്തന്മാരെ ഉദ്ധരിക്കുകയോ മോക്ഷം കൊടുക്കുകയോ ഭഗവാൻ ചെയ്യാറുണ്ട് എന്ന് കാണിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ. വിവിധൻ എന്ന് പറഞ്ഞാൽ പലതും ഒന്നായിട്ട് കാണാതെ പലതായിട്ട് കാണുന്നൊരു മനസ്സുള്ള ഒരാളെന്നും കൂടി നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ വിവിധമായി കാണുന്ന ആൾ, ഒന്നിലും ഉറച്ചു നിൽക്കാത്തൊരവസ്ഥ. ഇവിടെ നോക്കൂ, രാമനെ സേവിച്ച് നരകാസുരനെ സേവിച്ച് ലോകോപദ്രവം ചെയ്ത് എന്തൊരു ജന്മം നോക്കൂ. അവസാനം രാമദേവനെ സേവിച്ചതിൻ്റെ ഒരു പുണ്യഫലമായിട്ടാണ് ഇവിടെ മോക്ഷം കിട്ടുന്നത് ബലരാമൻ്റെ കൈകൊണ്ട്. അതുകൊണ്ട് ഭഗവാൻ നേരിട്ട് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതും നമുക്കൊരു പാഠമാണ്. ഭഗവാനെ എന്നെങ്കിലും സേവിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് സിദ്ധിക്കും. അത് ഭഗവാൻ തരാതിരിക്കില്ല. എന്ന് വെച്ചാൽ മറവി എന്ന് പറയുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ, ഭഗവാനും മറവിയില്ല. ഒരു നാമം ജപിച്ചാൽ, ഭഗവാൻ ഒരിക്കൽ സ്മരിച്ചാൽ, ഭഗവാനെ ഒരിക്കൽ വിളിച്ചാൽ ഭഗവാൻ മറക്കില്ല. നമ്മൾ മറന്നാലും അതെന്നെങ്കിലും നമുക്ക് ഫലം തരാതിരിക്കില്ല. അതുകൊണ്ട് വിളിക്കൂ ഗുരുവായൂരപ്പനെ എന്നേ പറയാനുള്ളൂ. ഹരിശരണം.